ഇന്ത്യൻ സൂപ്പർ താരം ശിഖർ ധവാൻ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഓപ്പണർ എന്ന നിലയിൽ ഒരു പിടി മികച്ച സംഭാവനകൾ നൽകിയ താരമാണ് ധവാൻ. ഇന്ത്യൻ ടീമിൽ വ്യത്യസ്ത ക്യാപ്റ്റന്മാരുടെ കീഴിൽ കളിച്ച താരമായിരുന്നു ധവാൻ. 2010 MS ധോണിയുടെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ധവാൻ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് 2011 സുരേഷ് റെയ്ന ക്യാപ്റ്റനായ സമയങ്ങളിൽ താരം 2020ലും ആദ്യമായി കളിച്ചു. പിന്നീട് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവരുടെ കീഴിലും ധവാൻ ഇന്ത്യക്കായി കളത്തിലിറങ്ങി. ഇപ്പോൾ ധവാൻ വിരമിക്കൽ പ്രഖ്യാപിച്ച സമയത്ത് തൻ്റെ ക്രിക്കറ്റ് കരിയറിൽ വലിയ പിന്തുണ നൽകിയ ക്യാപ്റ്റന് താരം നന്ദി അറിയിച്ചു. ധോണിയെക്കുറിച്ചായിരുന്നു ധവാൻ സംസാരിച്ചത്. 2013 ഓസ്ട്രേലിയക്കെതിരെ എൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റം മത്സരത്തിൽ ഞാൻ 157 റൺസ് നേടി. ആ സമയത്ത് ഞാൻ 85 പന്തിൽ സെഞ്ചുറി നേടി. ഇത് ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡ് ഞാൻ സൃഷ്ടിച്ചു എന്നൊരു സൂചനയും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു അരങ്ങേറ്റക്കാരൻ എന്ന നിലയിൽ ഞാൻ സെഞ്ചുറി നേടിയപ്പോൾ എന്നെ പിന്തുണച്ചത് ക്യാപ്റ്റൻ ധോണിയായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്, ശിഖർ ധവാൻ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു. 2013 ധോണിയുടെ കീഴിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയിരുന്നു. ഇന്ത്യയുടെ ഈ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ച താരമാണ് ധവാൻ. ആ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ധവാൻ മാറിയത്. പിന്നീട് 2014, 16 എന്നീ വർഷങ്ങളിൽ നടന്ന 2020 ലോകകപ്പുകളിൽ കളിക്കാൻ ധവാന് സാധിച്ചിരുന്നില്ല. എന്നാൽ 2015 ഏകദിന ലോകകപ്പിൽ ധവാൻ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നു. ആ ടൂർണമെൻറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും ധവാനായിരുന്നു. ഇന്ത്യക്കായി ഏകദിനത്തിൽ 167 മത്സരങ്ങളിൽ നിന്നും 6793 റൺസാണ് നേടിയിട്ടുള്ളത്. 13 സെഞ്ചുറികളും 39 അർദ്ധ സെഞ്ചുറികളുമാണ് ധവാൻ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നേടിയിട്ടുള്ളത്. കുട്ടി ക്രിക്കറ്റിൽ 68 മത്സരങ്ങളിൽ നിന്നും 1759 റൺസാണ് താരം നേടിയത്. 11 50യും ധവാൻ 2020ൽ നേടിയിട്ടുണ്ട്. 2013 റെഡ് ബോൾ ക്രിക്കറ്റിലും താരം ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചു. 34 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും 7 സെഞ്ചുറികളും 5 അർദ്ധ സെഞ്ചുറികളും നേടിക്കൊണ്ട് 2315 റൺസാണ് ധവാൻ നേടിയത്. ധവാൻ അവസാനമായി ഇന്ത്യക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുന്നത് 2018-ലായിരുന്നു. 2020ൽ 2021ലും ഏകദിനത്തിൽ 2022ലുമാണ് ധവാൻ അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്.